മൂന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചലഞ്ച് ചാരിറ്റി ഈ വർഷത്തെ SLC+2 ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി സാറാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് NJ രാജൻ സാറാണ്. ചലഞ്ച് ചാരിറ്റിയുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിലെ നിർധനരായിട്ടുള്ള നിരവധി ആൾക്കാർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു വരികയാണ്. ചലഞ്ച് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് സർവീസ് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ചലഞ്ച് ചാരിറ്റിയിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട എല്ലാ ആൾക്കാരുടെയും നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നമ്മളെ സമീപിച്ചിട്ടുള്ളവർക്കെല്ലാം ആ തരത്തിൽ സഹായം ചെയ്തിട്ടുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പൊതുപിരിവ് പരമാവധി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ 75 ലക്ഷം രൂപയോളം നമ്മൾ ഈ വിതരണം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ളത്. ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ കൃഷ്ണൻകുട്ടി സാറാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അർത്ഥവത്തായൊരു വർത്തമാനം എനിക്ക് ആശങ്കയുണ്ട്. വളരെ കുറച്ച് കുടുംബാംഗങ്ങൾ, അതിൽ തന്നെ കുറച്ച് കുട്ടികൾ, വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും നമ്മുടെ യോഗം ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഇതിനെ ചുരുക്കം. വിദ്യാഭ്യാസവും കുട്ടികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അമ്മമാരുണ്ടെങ്കിൽ അവരോടായാലും ശരി, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ അജണ്ട മക്കളുടെ വിദ്യാഭ്യാസം തന്നെയായിരിക്കും. നിർഭാഗ്യവശാൽ, അങ്ങനെ വീണ്ടും പറയാം, നിർഭാഗ്യവശാൽ നമ്മളീ കൊടുക്കുന്ന മുൻഗണന തെറ്റായ മാർഗത്തിലാണ്. നമ്മളാരും ജീവിച്ചതുപോലെയല്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ്. ഉദ്ദേശം എന്താണെന്നറിയാം, നമുക്കൊക്കെ ഒരുപാട് കുറവുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. നമ്മുടെ മക്കൾ അതറിയരുത്. അവരൊന്ന് ചോദിച്ചാൽ നമ്മൾ 2 കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ അവരുടെ ബാല്യകൗമാരങ്ങളിൽ എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാൻ പറ്റും. കുറുകുന്ന ചലഞ്ച് ചാരിറ്റി ഈ വർഷത്തെ SLC+2 ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അടുത്തതായി ജീവ മറി, റോഹാൻ റോയ്, സുനിൽ. കുറുകുന്ന സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് NJ രാജൻ ഈ യോഗത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഒക്കെ സംഭവിക്കുന്ന ഭിന്നശേഷി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ദൈവിക കണിക തന്നെയാണ്. ആ ദൈവിക കണിക എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ സാറിനറിയാം, ആ ദൈവിക കണികയിൽ നിന്നാണ് ലോകം മൊത്തം ഉണ്ടായതാണ്. ആ ദൈവിക കണിക ശാസ്ത്രം പറയുന്നത് ഇതെല്ലാം അത്തരത്തിലാണ്. അതിനെ അത്തരത്തിൽ കണ്ട് നമ്മൾ അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്നും ഈ കുട്ടികളും ഇതൊക്കെ